നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്കയുടെ അലുവ കൊണ്ടുവന്നായിരുന്നു, ചക്ക വഴട്ടിയത്. അത് കൊണ്ടുവന്ന് ഇവിടെ ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അന്നപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു അത് വെച്ചിട്ട് ഇച്ചിരി ചക്കയുടെ അട ഉണ്ടാക്കാം, എന്താ പറയുന്നത്, കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് ഞാൻ ഇത് അടുപ്പിലെടുത്ത് വെച്ചേക്കുവാണ്. അതൊന്ന് ലൂസായിട്ട് വന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി റവയിട്ട ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ നാട്ടിൽ മമ്മി ഉണ്ടാക്കുന്നത് റവയിട്ട നല്ല സോഫ്റ്റാകും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ അടുപ്പിൽ വെച്ചേക്കുവാണ്. ചക്കയല്ല, നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലൂസാക്കി വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ റവ ഇടുന്നത്. ഇത്രയും നല്ലതായിട്ട് ലൂസാണ്, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇത് റോസ്റ്റഡ് റവയാണ് ഇവിടെ മേടിക്കുന്നത്. ഇതുണ്ടോ, റോസ്റ്റഡ് റവ. ഇത് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഇളക്കണം. നോക്കാം എന്തായിത്തീരുമെന്ന്. റവയൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം റവ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മളിതിങ്ങനെ വെക്കണം. വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ. നോക്കാം, നമ്മൾ വെയിറ്റ് ചെയ്യാം അരമണിക്കൂറോളം. മൊത്തം മെസ്സായി സൈഡെല്ലാം. അപ്പോൾ ഇതാ നമ്മുടെ കുമ്പിളൊക്കെ ഞാൻ ഈ കുമ്പിള ഇലക്കകത്താക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കുമ്പിളയില്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുറേ നാളായി. നമ്മളിപ്പോൾ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയ കുമ്പിളാണ്. നമ്മുടെ പരിതാപകരമായ അവസ്ഥയാണ് UK-ലെ. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ കുമ്പിളയില കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് വെക്കുവാണ്. ഇത് തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. തേങ്ങ കൊത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി ഇതെല്ലാം കൂടെ പറക്കി ഇതിനകത്തോട്ട് വെച്ചിട്ട് അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇതാ നമ്മുടെ കുമ്പിളപ്പം അങ്ങനെ റെഡി ആയിരിക്കുവാണ്. ആഹാ, കണ്ടോ, എല്ലാം നല്ല വെന്തിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമേ ഇനി ബാക്കിയാകുന്നുള്ളൂ. അത് ഇച്ചിരി ഒന്ന് ആറിയിട്ട് ഞാനതൊന്ന് കഴിക്കാം. അപ്പം നമുക്ക് ഒരു കുമ്പിളപ്പം എടുത്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കുളിക്കാൻ വേണ്ടി പോയി. അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ കുമ്പിളപ്പം കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. കുമ്പിളപ്പമൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. കുളിച്ച് ക്ഷമയില്ലായിരുന്നു, മുടിയൊക്കെ ഉണങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാനുള്ള. കുമ്പിളപ്പം ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലേ. അപ്പം ഞാൻ വന്ന് കഴിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. യമ്മി, കറക്റ്റ് മധുരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുമ്പിളപ്പം കഴിക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വരുവാണെങ്കിൽ ഞാൻ തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ പിന്നെ ബായ്.